ക്ലോസ് ഫ്രണ്ട്സിനെ എല്ലാരും കൂടെ വിളിച്ചാലും മൊത്തം ഒരു 50-60 പേര് വരും ചേച്ചി. നല്ലൊരു പാർട്ടി നടത്തേണ്ടി വരും. ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ടേ. ഞാൻ നാളെ ഓഫീസിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. എനിക്കിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ചേച്ചി വീണ്ടും ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പോണോ? ചേച്ചിക്ക് ഇതുവരെ ഭേദമായിട്ട് കൂടെ ഇല്ല. ഹെൽത്ത് ഇനിയും ശരിയാകാനുണ്ട്. വീണ്ടും ടെൻഷൻ ആവാനുള്ള പരിപാടിയാണോ? എനിക്കൊന്നും സംഭവിക്കില്ല. ഡോണ്ട് വറി. ശരി, നമുക്ക് ഉറങ്ങാം. സമയം ഒരുപാടായി. എഴുന്നേക്ക് ചേച്ചി. വാ. പാചകം എപ്പോ കഴിയും? അത് കഴിയാറായി. അവൻ എപ്പോഴാ വരിക? അവൻ വന്നോണ്ടിരിക്കുക. ഞാൻ പാചകം ചെയ്തത് കഴിക്കണമെന്ന്. ഇന്നലെ അവൻ എനിക്ക് എല്ലാം വാങ്ങിച്ചെന്ന് അറിയാവോ? അവൻ നല്ലവനാ. ചേച്ചിയും കൂടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇന്ന് ചേച്ചിക്ക് ജോലിക്ക് പോണോ? അപ്പൊ പ്ലീസ് വേഗം വരാൻ നോക്കണേ. ഞാൻ എന്ത് ചെയ്യാനാ? ഇന്ന് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ വന്നേക്കാം. ശരിക്കും ഇന്ന് ഓഫീസ് അവധിയാ. അത് സാരമില്ല ചേച്ചി. ഞാനൊരു കാര്യം ആലോചിച്ചതാ. അതായത് ഞാൻ കല്യാണം കഴിച്ചു പോയാലേ ചേച്ചിക്ക് ഇവിടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആലോചിക്കുമായിരുന്നു. അതെ ചേച്ചി, ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നാൽ നന്നായിരിക്കും. അതൊന്നും ശരിയാവില്ല. ചേച്ചി വന്ന അനിയത്തിയുടെ വീട്ടിൽ താമസിച്ചാൽ എങ്ങനെ ശരിയാവുക? അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി കൂടെ വന്നാലെന്താ? അതിലെന്താ ബുദ്ധിമുട്ട്? അതൊന്നും ശരിയാവില്ല മോളെ. ഓ, ഈ ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. വാ ചേച്ചി. അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ എനിക്ക് തീരെയില്ല. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ സമയത്ത് അച്ഛനും മരിച്ചുപോയി. അച്ഛൻ നമുക്കായിട്ട് ഒന്നും കരുതി വെച്ചതുമില്ല. അപ്പോ ചേച്ചിക്ക് എത്ര വയസ്സ് കാണും? കോളേജ് സെക്കൻഡ് ഇയർ അല്ലേ? ദിവസവും കോളേജ് കഴിഞ്ഞുവന്ന് കോൾ സെന്ററിൽ എനിക്ക് വേണ്ടി ചേച്ചി ജോലിക്ക് പോവായിരുന്നു. എന്റെ സന്തോഷത്തിന് വേണ്ടി ചേച്ചി വളരെയധികം കഷ്ടപ്പെട്ടു. എന്റെ എഡ്യൂക്കേഷന് വേണ്ടി ശരിക്കും സ്ട്രഗിൾ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്തു. എന്നെ പറ്റി മാത്രമേ ചേച്ചിക്ക് ചിന്തയുണ്ടായിരുന്നുള്ളൂ. ചേച്ചിയെ പറ്റി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പറ. നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ എത്ര പേരുടെ ജീവിതമാണ് നന്നായിട്ടുള്ളത്? നല്ലൊരു കരിയർ കിട്ടുന്നതും നല്ലൊരു ജീവിതം കിട്ടുന്നതൊക്കെ എളുപ്പമാണോ പറഞ്ഞേ? നീ MBA ടോപ്പ് റാങ്കറായിരുന്നു. പിന്നെ ഓൾ ഇന്ത്യ ബാങ്ക് സർവീസ് എക്സാമിനേഷനിലും ടോപ്പറായിരുന്നു. നിനക്ക് കഴിവുള്ളത് കൊണ്ട് നല്ല ഒരു ബാങ്കിൽ മാനേജർ പോസ്റ്റില് ജോലിയും കിട്ടി. അതൊക്കെ എത്ര ഈസിയാണോ? ഐ എം പ്രൗഡ് ഓഫ് യു മൈ ലിറ്റിൽ സിസ്റ്റർ. എന്റെ എല്ലാ സക്സസിന്റെയും കാരണം ചേച്ചി മാത്രം. അയ്യോ, അടുപ്പത്ത് തോരൻ വെച്ചിട്ട് വന്നത് മറന്നുപോയി. പൊട്ടിപ്പെണ്ണ. ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ.